എണ്ണാഗമം നമ്പേഴ്സ് 9:13 സംഖ്യാപുസ്തകം 9:13 വായിക്കുമ്പോൾ പസ്കാവൈ ഒരുവൻ ആചരിക്കാവിട്ടാൽ അത് ഒരു പാപം. പെസഹ ഒരുവൻ ആചരിക്കുന്നില്ല എങ്കിൽ അതൊരു പാപം. പഴയ ഏർപ്പാട്ടിലെ അപ്പടി ഒരു പ്രമാണത്തെ കർത്തർ വൈത്തിരുന്നാർ. പഴയ നിയമത്തില് അങ്ങനെ ഒരു പ്രമാണം ദൈവം വെച്ചിരുന്നു. പുതിയ ഏർപ്പാട്ടിലെ കർത്തരുடைய പന്തിയിലെ പങ്കെടുക്കാതെ ഒരു വിശ്വാസി ഒരു പാവി എന്ന് എണ്ണപ്പെടുகிறாൻ. പുതിയ നിയമകാലത്ത് കർത്തൃമേശയിൽ പങ്കെടുക്കാത്ത ഒരു വിശ്വാസി പാപി എന്ന് കരുതപ്പെടുന്നു. ഒരുവേളை പുതുവർഷത്തില് ഒരു ചിലർ എടുപ്പാங்க, ഒരുപക്ഷെ ചിലര് പുതുവർഷത്തിൽ അത് എടുത്തേക്കാം. ഒരു ചിലർ ഇടനാட்களில் എടുക്കவே മാட்டாங்க, ചിലർ അത് ഇടയിലൊന്നും എടുക്കുകയില്ല. ஞானஸ்நானம் എടുത്തതിലിருந்து എടുക്കാത്ത വിശ്വാസികൾ കൂടെ இருக்கிறார்கள். ജലസ്നാനം എടുത്തതിന് ശേഷം ഇതുവരെയും തിരുവത്താഴം എടുക്കാത്തവരുമുണ്ട്. ഇല്ലാത്ത ഫസ്റ്റ് ടൈം എടുത്തിട്ട് അതിന് പിറகு എടുക്കാത്തവர்கள் ഉണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എടുത്തിട്ട് അതിനുശേഷം എടുക്കാത്തവരുമുണ്ട്. ഇവകളെല്ലാം നിത്യജീവനുക്ക് ഉന്നെ അപാത്രനായി മാറ്റக்கூடிய ശക്തി. ഇതെല്ലാം നിത്യജീവന് നിന്നെ അയോഗ്യനാക്കി തീർക്കുന്ന ശക്തിയാകുന്നു. ഉപാഗമം 23:21 பார்க்கும் பொழுது, ആവർത്തന പുസ്തകം 23:21 വായിക്കുമ്പോൾ, പൊരുത്തனை பண்ணி அதை നീ ചെയ്യാവിട്ടാൽ അത് ഉനക്ക് പാപം. നേർച്ച നേർന്നിട്ട് നീ അത് നിവർത്തിക്കുന്നില്ല എങ്കിൽ അത് നിനക്ക് പാപം. ഞാൻ ഒരു അവിശ്വാസിയുടെ പാപത്തെ சொல்லவில்லை, ഞാനൊരു അവിശ്വാസിയുടെ പാപത്തെ കുറിച്ചല്ല പറയുന്നത്. എൻ ജനങ്ങളെ അവളുടെ പാപങ്ങൾക്ക് ഉടൻപെടാതെ, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത്. നിങ്ങൾ പൊരുത്തனை பண்ணலாம் பண்ணாமலும் இருக்கலாம், നിങ്ങൾക്ക് നേർച്ച നേരാം നേരാതെയും ഇരിക്കാം. ஆனால் பலியினால் என்னோடு கூட உடன்படிக்கை பண்ணின என்னுடைய பரிசுத்தவான்களை கூட்டிச் சேருங்கள் என்பார். യാഗം കഴിച്ച് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ ചേർക്കുവിൻ എന്നാണ് പറയുന്നത്. ഒരു ദേവനുடைய പിള്ളை എന്ന് சொன்னாலே അവൻ പൊരുത്തனை பண்ண வேண்டும். ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ അവൻ യാഗം കഴിക്കണം, അല്ലെങ്കിൽ അവൻ നിയമം ചെയ്യണം. ஆனால் நம்மில் அநேகர் பொருத்தனை பண்ணுகிறார்கள், ஆனால் ஒன்றுமே நிறைவேற்றுகிறதில்லை. നമ്മിൽ അനേകര് അങ്ങനെ നിയമം ചെയ്യുന്നില്ല, നേർച്ച നേരുന്നു, പക്ഷെ ഒന്നും നിറവേറ്റുന്നില്ല. நாம் பண்ணின பொருத்தனை எல்லாம் அப்படியே டிட்டோவா ஆண்டவர்ட்ட சொன்ன மாதிரி அப்படியே நான் நிறைவேற்றி இருக்கிறேன் அப்படின்னு சொல்றவங்க இருந்தா കൈ வைத்துங்க. ഞാൻ നേർന്ന എല്ലാ നേർച്ചകളും എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെ ഞാൻ പാലിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കരമുയർത്താമോ? பாத்தீங்களா? കണ്ടോ? ஏனென்றால் நம்ம பொருத்தனை இந்த தேர்தல் வாக்குறுதி மாதிரி பண்ணிக்கிட்டே இருக்கிறோம். தேர்தல்ல அதை செய்யற இதை செய்யறன்னு இந்த அரசியல்வாதி சொல்ற மாதிரி வியாதி நேரத்துல இவன் பாட்டுக்கு சொல்லிக்கிட்டே இருப்பான். രാഷ്ട്രീയക്കാര് ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് തെരഞ്ഞെടുപ്പിൽ പറയുന്നത് പോലെ നാം നമ്മുടെ നേർച്ചകളൊക്കെ രോഗത്തിന്റെ സമയത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യാധി നേരം വന്ന ഉടനെ ഇവங்க എല്ലാ പ്രതിഷ്ഠയും മൊത്തമാ பண்ணுவாங்க. രോഗം വരുമ്പോൾ എല്ലാ പ്രതിഷ്ഠകളും കൂടെ ഒന്നിച്ചെടുക്കും. இந்த வருஷம் முடியும் போது பாருங்க எல்லாரும் பயங்கரமான பரிசுத்த செயின்டா மாறிடுவாங்க. വർഷം അവസാനിക്കുമ്പോൾ എല്ലാവരും വലിയ വിശുദ്ധന്മാരായി തീരും. நான் அடிக்கடி சொல்லுவேன், 1ஆம் தேதி வந்தாருன்னா பாதி சபையாவது பரலோகத்துக்கு போகும். 1ஆം തീയതി കർത്താവ് വരികയാണെങ്കിൽ സഭയുടെ പകുതിയെങ്കിലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. ജനുവരി 10க்கு പോയിട്ടാ 10% கூட வராது. ജനുവരി 10ആം തീയതി ആയാൽ 10% പോലും കാണുകയില്ല. நான் குறை சொல்லல, அவர் ஆண்டவருடைய சபை அது. ഞാൻ കുറവ് പറയുകയല്ല, ദൈവത്തിന്റെ സഭയാണ്. மனித நிலவரம், മനുഷ്യന്റെ നിലവാരം. பேப்பர்ல ஒரு சென்சஸ் போட்டிருந்தான். ആ പേപ്പറിൽ ഒരിക്കലും ഒരു സെൻസസ് ഉണ്ടായിരുന്നു. ஜனங்கள் தங்களுடைய வாக்குறுதிகளை எவ்வளவு நிறைவேற்றுகிறார்கள், ജനങ്ങൾ തങ്ങളുടെ വാഗ്ദത്തങ്ങൾ എത്രത്തോളം നിറവേറ്റുന്നു? 2% கூட நிறைவேற்றுறதில்ல, 2% கூட நிறைவேറ്റുന്നില്ല. ஈவன் பைபிள் படிக்கிறோம்னு சொல்லுவோம், அதை கூட ஒரு வாரத்துக்குள்ள 10 அதிகாரத்துல இருந்து 8க்கு போய் 7க்கு போய் 6க்கு போய் 5க்கு போய் கடைசியில இந்த என்ன கோல்டன் டெஸ்ட் காலண்டர்ல ஒரு வசனத்தை வாசிச்சுட்டு போயிட்டு இருக்கிறான். ബൈബിൾ വായിക്കാമെന്നൊക്കെ നേർച്ച നേരും, പക്ഷെ അത് 10ൽ നിന്ന് 8, 7, 6 എന്ന് കുറഞ്ഞു വന്ന് അവസാനം കലണ്ടറിൽ ഒരു വാക്യം വായിച്ചിട്ട് പോകുന്ന നിലവാരത്തിലെത്തും. ഒരുത്തൻ മീൻ പിടിക്ക പോണാണ്, ഒരുവൻ മീൻ പിടിക്കുവാൻ പോയി. ரொம்ப நேரம் வெயிட் பண்ணா மீனே கிடைக்கல. ഒത്തിരി നേരം കാത്തിരുന്ന് മീനൊന്നും കിട്ടിയില്ല. எவ்வளவு நேரம் ட்ரை பண்ணிட்டான், വളരെയധികം നേരം അധ്വാനിച്ചു. கடைசியில ஆண்டவர்ட்ட சொன்னான், അവസാനം ദൈവത്തോട് പറഞ്ഞു, ஃபர்ஸ்ட் ஒரு மீன் கிடைச்சதுன்னா அது ஆண்டவர் கொடுத்துறேன், மிச்சத்தை வேணா நான் எடுத்துக்கிறேன் அப்படின்னு சொல்லிட்டான். ആദ്യം ലഭിക്കുന്ന മീൻ ഞാൻ ദൈവത്തിന് കൊടുക്കാം, ബാക്കിയുള്ളത് മതി എനിക്ക്. இவன் சொல்லி முடிச்சானோ இல்லையோ ഒരു പെരിയ മീൻ സിക്കിടിച്ച്. താൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു വലിയ മീൻ അവനക്ക് ആശ്ചര്യമാ ഇരുந்துச்சு. അവൻ ആശ്ചര്യമായി. அவசரப்பட்டு சொல்லிட்டோம் போல் இருக்க, ഞാൻ ധൃതി പിടിച്ച് പറഞ്ഞു പോയല്ലോ. ஒரு நிமிஷம் லேட்டா சொல்லிருந்தா இது நமக்கு கிடைச்சிருக்கும். 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത് എനിക്ക് കിട്ടിയേനെ. சரின்னு எடுத்து வச்சிட்டான். ശരിയെന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. ஆனா அவனுக்கு நிம்மதி இல்ல, എന്നാൽ അവന് സമാധാനമില്ല. அவசரப்பட்டு சொல்லிட்டோம். ഞാൻ ധൃതി പിടിച്ച് പറഞ്ഞു പോയല്ലോ. ஆண்டவர்ட்ட சொன்னா, ദൈവത്തോട് പറഞ്ഞു, ஆண்டவர் தானே, കർത്താവേ, ஆண்டவரே இதை நான் எடுத்துக்கிறேன், അടുത്ത് கிடைக்கிறது உங்களுக்கு தரேன். കർത്താവ്, ഇത് ഞാൻ എടുത്തുകൊള്ളാം, അടുത്ത് പിടിക്കുന്നത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ് இந்த மீன் ஜம்ப் பண்ணி தண்ணிக்குள்ள விழுந்துருச்சு. അടുത്ത സെക്കൻഡില് ഈ മീൻ ചാടി വെള്ളത്തിലേക്ക് പോയി. திரும்பி பார்த்தா மீனை காணோம். உடனே சொன்ன, ஆண்டவர்ட்ட நான் சும்மா சொன்ன, கோவிச்சுக்கிட்டீங்களா, அதுக்குள்ள இவ்வளவு டென்ஷன் ஆயிட்டீங்களேன்னு சொன்னான். താൻ ഉടനെ ദൈവത്തോട് പറയുകയാണ്,
കർത്താവെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, അതിനുള്ളിൽ തന്നെ നീ കോപിച്ചോ, മീൻ പോയല്ലോ എന്ന് പറഞ്ഞു. இதே மாதிரிதான் நம்ம ஆளுங்க ரொம்ப பேர் இருக்கிறாங்க. ഇതുപോലെയാണ് നമ്മിൽ പലരും ഇരിക്കുന്നത്. ஆண்டவருக்கு கொடுப்போம்னு சொல்லுவோம், அந்த டைம் வரும்பொழுது அவனுக்கு என்ன பண்ணனே ஒன்னும் ஓட மாட்டேங்குது. ദൈവത്തിന് കൊടുക്കാമെന്ന് പറയും, പക്ഷെ സമയം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ஒருத்த எக்ஸாம் எழுத போனா, ഒരുവൻ പരീക്ഷ എഴുതുവാൻ പോയി. அன்னைக்கு அந்த சம் அவனுக்கு ரொம்ப டஃப்பான சம். അന്ന് ഉണ്ടായിരുന്ന വിഷയം അവന് വളരെ കഠിനമായിരുന്നു. அதனால ரொம்ப துக்கப்பட்டான். അതുകൊണ്ട് വളരെ ദുഃഖിച്ചു. கடைசியில ஆண்டவர்ட்ட சொன்னான், അവസാനം ദൈവത്തോട് പറഞ്ഞു, இன்னைக்கு மட்டும் ஈஸியா இருக்கட்டும், ഇന്ന് മാത്രം ഇത് എളുപ്പമായിരിക്കട്ടെ, நான் இவ்வளவு காணிக்க கொடுத்துறேன்னு சொல்லிட்டு ഞാൻ ഇത്ര കാണിക്ക തരാമെന്ന് പറഞ്ഞു. அங்க போனா അവിടെ പോയി ரொம்ப ஃப்ரீ, ஈஸியா இருந்துச்சு. വളരെ എളുപ്പമുള്ള പരീക്ഷ. எல்லாரும் தடுமாறிக்கிட்டு இருக்கிறான், இவனுக்கு போட்டதெல்லாம் டாலி ஆகிட்டே வருது. എല്ലാവരും അത് കണ്ട് പതറി ഇടറിപ്പോയിരിക്കുന്നു, പക്ഷെ ഇവന് ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് വരും. கர்த்தர் இவன் ஜெபத்தை கேட்டார், ദൈവം ഇവന്റെ പ്രാർത്ഥന കേട്ടു, எல்லாம் போட்டாச்சு, എല്ലാം എഴുതി വെച്ചു. எல்லாம் கிளியரா போட்டு முடிச்ச பிறகுதான் இவனுக்கு மைண்ட் வந்துச்சு, நம்ம அவசரப்பட்டு என்ன செஞ்சிட்டோம், ஆண்டவர்ட்ட என்ன எவ்வளவு தாரன்னு சொல்லிட்டோமே. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അവന് തോന്നിയത്, ഞാൻ ധൃതി പിടിച്ച് ഇത്രയും തരാമെന്ന് പറഞ്ഞു പോയി. அவனுடைய மைண்ட்ல என்னன்னா, இன்னைக்கு இந்த பேப்பர் டஃப் ஆகி ஃபெயில் ஆயிட்டா 1 இயர் போயிடும், அதனால எவ்வளவு காணிக்கனாலும் நம்ம கொடுக்கலாம். തന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ പേപ്പർ ടഫായിട്ട് തോറ്റുപോയെന്നാൽ ഈ വർഷം പോകും, അതുകൊണ്ട് എത്ര കാണിക്ക വേണമെങ്കിലും കൊടുക്കാം. எக்ஸ்ட்ரா இருந்த பேப்பர்ல கணக்கு போட்டான், காணிக்க லெஸ் பண்ணிக்கிட்டே ஒரு அக்கௌண்ட் போட்டான். താനൊരു എക്സ്ട്രാ പേപ്പർ എടുത്തിട്ട് ആ പറഞ്ഞ കാണിക്ക അത് കുറച്ചുകൊണ്ടൊരു കണക്കെഴുതി. அவனுக்கு அதுல திருப்தியே இல்ல, അതിന് തൃപ്തിയില്ല. திரும்பவும் திரும்ப அக்கௌண்ட் போட்டுக்கிட்டே இருக்கான், கணக்கம் போட்டு கூட்டி கழிச்சு இவனா ஒரு செட்டில் ஆகி பரீட்சை எக்ஸாம் முடிஞ்சிருச்சு. വീണ്ടും അതിൽ കണക്ക് കൂട്ടി കുറച്ച് ഒരു അവസാനം വന്നു, പരീക്ഷയും കഴിഞ്ഞു. എക്സാംலாம் முடிஞ்சு வீட்டுக்கு வந்துட்டான், പരീക്ഷ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. அவனுக்கு மைண்ட் ரொம்ப ரிலாக்ஸ், മനസ്സിൽ വളരെ ഫ്രീ ആയിരിക്കുന്നു. இப்போ காணிக்க கொடுக்கணுமே, ഇനി കാണിക്ക കൊടുക്കണമല്ലോ. எக்ஸாம் கிளியர் ஆயிடுச்சு, പരീക്ഷ എല്ലാം പാസ്സായി. அதனால காணிக்க கொடுக்கறதுக்கு சர்ச்சுக்கு கிளம்பணும். അതുകൊണ്ട് കാണിക്ക കൊടുക്കേണ്ടതിന് സഭയിലേക്ക് പോയി. இப்போ கணக்கு போட்டிருக்காரு அவரு, താനൊരു കണക്ക് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു. எவ்வளவு கூட்டி குறைச்சு திருப்பி இல்ல எக்ஸ்ட்ரா கொடுத்துடலாம், இல்ல வேண்டாம். ஆண்டவர் எங்க அவரு இவ்வளவு அவரு கேட்கறது இல்ல, ஊழியக்காரங்க தானே இந்த காணிக்கையை பத்தி பேசுறான். ஆண்டவர் ஒண்ணு இதை சீரியஸா எடுத்துக்கிறது இல்ல, திருப்பி அதை கூட்டி குறைச்சு போட்ட கணக்கு பேப்பர் எடுத்தான். താനത് കൂട്ടി കുറച്ച് എത്ര കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട കൂട്ടിയും കുറച്ചും പറഞ്ഞ് ദൈവം കാണിക്കൊന്നും ചോദിക്കുന്നില്ലല്ലോ, സുവിശേഷ വേലക്കാരല്ലേ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്, അതുകൊണ്ട് ഇത്രയും കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് താനൊരു കണക്ക് എഴുതി വെച്ചിരുന്നു. கடைசியாக அந்த பேப்பர் எடுத்தான். അവസാനം താൻ ആ പേപ്പർ എടുത്തു. ஏன்னா பேப்பர் எடுத்து கணக்கு பார்த்துட்டு தான் இப்ப காணிக்கைக்கு போறாரு. കാരണം പേപ്പർ എടുത്ത് നോക്കിയാൽ കണക്ക് നോക്കിയിട്ട് വേണം ഇപ്പൊ കാണിക്ക കൊടുക്കേണ്ടത്. அந்த பேப்பர் எடுத்தா ஒரிஜினல் பேப்பர், பரீட்சை பேப்பர் இவன் கையில இருக்கு. இவன் காணிக்க கணக்கு போட்டான் பாருங்க, இதை அங்க கொடுத்துட்டு வந்துட்டான். ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആ പരീക്ഷ എഴുതിയ പേപ്പർ ഇവന്റെ കയ്യിലുണ്ട്, കാണിക്കയുടെ കണക്ക് എഴുതിയ പേപ്പർ അവിടെ കൊടുത്തിട്ട് പോകുന്നു. நீ உத்தமனா இருந்தால் அவர் உனக்கு உத்தமன். നീ നേരുള്ളവനായിരിക്കുന്നുവെങ്കിൽ അവൻ നിനക്കും അങ്ങനെ നീ പുനിതനായിരുന്നാൽ അവർ ഉനക്ക് പുനിതൻ. നീ വിശുദ്ധനായിരിക്കുന്നുവെങ്കിൽ അവൻ നിനക്ക് വിശുദ്ധൻ. നീ മാറുപടുகிறவனாയിരുന്നാൽ അവരും ഉനക്ക് മാറുപാടുള്ളവരാകത്താൻ വരുவார். നീ വക്രതയുള്ളവനാകുന്നുവെങ്കിൽ അവനും നിനക്ക് വക്രതയുള്ളവനായിരിക്കും. இந்த வருஷமெல்லாம் நீங்க பண்ண பொருத்தனை எல்லாம் அப்படியே கொண்டு வந்து கும்பநாட்டுல ஃபர்ஸ்ட் நாள்ல அப்படியே மனத்திரையில் ஓட விடு. ഈ വർഷം നിങ്ങൾ ചെയ്ത എല്ലാ നേർച്ചകളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കുമ്പനാട്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കടന്നു വരട്ടെ. கர்த்தர் உன்னோட தான் பேசும்படியாக இந்த எக்ஸாம்பிள் எல்லாம் உனக்கு தான் வைக்கிறார். நீ தான் பயங்கர தந்திரவாதி. ഈ നിന്നോട് സംസാരിക്കേണ്ടതിനാണ് ഈ ഉദാഹരണമൊക്കെ ദൈവം നിന്നോട് പറയുന്നത്. നീ വളരെ വക്രനാകുന്നു. அது ആത്മീകமா இருக்கலாம், எழுத்தின் பிரகாரமாக இருக்கலாம். അതൊരു പക്ഷേ ആത്മീകമായിരിക്കാം, ഒരുപക്ഷെ അക്ഷരീകമായിരിക്കാം. நீ பொருத்தனை பண்ணாவிட்டால் உனக்கு பாவம் இல்லை. നീ നേർച്ച നേരാതിരിക്കുന്നുവെങ്കിൽ നിനക്ക് പാപമില്ല. ஆனால் பொருத்தனை பண்ணி அதை நிறைவேற்றாவிட்டால் அது உனக்கு பாவமாகும். தேவன் உன்னிடத்தில் கேட்பார். നീ നേർച്ച നേർന്നിട്ട് അത് നിവർത്തിക്കുന്നില്ലെങ്കിൽ നിനക്ക് പാപമായി തീരും. ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. யாக்கோபு நம்முடைய முற்பிதா அருமையான ஒரு பொருத்தனை பண்ணி எல்லாவற்றையும் வாங்கி கொண்டான். നമ്മുടെ മുൻപിതാവായ യാക്കോബ് ഒരു നല്ലൊരു നേർച്ച നേർന്ന് എല്ലാം താൻ പ്രാപിച്ചു. ஆனா அதை நிறைவேற்றினதா பைபிள்ல இல்ல. എന്നാൽ അത് നിറവേറ്റിയതായി വേദപുസ്തകത്തിലില്ല. 20 வருஷம் கழித்து கர்த்தர் அவன்கிட்ட பேசுறார். 20 വർഷം കഴിഞ്ഞിട്ട് ദൈവം അവനോട് സംസാരിക്കുന്നു. நீ பெத்தேலுக்கு வா, உனக்கு தரிசனமான தேவன் நான் சொல்றார். നീ ബഥേലിലേക്ക് വരിക, നിനക്ക് പ്രത്യക്ഷനായ ദൈവമാകുന്നു ഞാൻ. 20 வருஷம் கழிச்சு 20 വർഷം കഴിഞ്ഞു. அப்போ ஒரு வார்த்தையை யூஸ் பண்றாரு. അപ്പോൾ ഒരു വാക്ക് പറയുന്നു, நீ பொருத்தனை பண்ணின பெத்தேலிலே உனக்கு தரிசனமான தேவன் நானே. அப்பமாவது இவனுக்கு கொஞ்சமாவது மைண்ட்ல ஒர்க் பண்ணுதா, கம்ப்யூட்டர் ஃபீட் ஆனது ஒர்க் ஆகுதான்னு பாக்குறாரு. അവനക്ക് അതെല്ലാം വർക്ക് പണ. നീ നേർച്ച നേർന്ന സ്ഥലത്തിന്റെ ദൈവമാകുന്ന യഹോവയാകുന്നു ഞാൻ, നിനക്ക് പ്രത്യക്ഷനായ ദൈവമാകുന്നു എന്ന് അവനോട് പറയുകയാണ്.
അപ്പോഴെങ്കിലും ഇവൻ പറഞ്ഞ കാര്യം ഇവന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് ദൈവം നോക്കുകയാണ്.